Hello friends, welcome to Susan and John MathTube. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇന്ന് നമ്മൾ വെറുതെ ബേസിക്സും കോൺസെപ്റ്റ്സും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ വിൽ മൂവ് ഓൺ ടു പ്രോബ്ലംസ്. ഓക്കെ, ഏതൊരു ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പും അതിന് ക്ലിയർ കട്ട് കോൺസെപ്റ്റ് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് മാത്സ് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. sin x is equal to 1/2 ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓർ യു ക്യാൻ ഈവൻ ഗെസ് എക്സിന് എന്തായിരിക്കും വാല്യൂ. ഐ മീൻ വാട്ട് സോർട്ട് ഓഫ് വാല്യൂസ് വിൽ സാറ്റിസ്ഫൈ ദാറ്റ് എക്സ്. എനിക്ക് ഉറപ്പാണ്, ഐ ക്യാൻ ഹിയർ യു. കുറേ പേര് പറഞ്ഞാണ് 30 degree. യാ, യു ആർ റൈറ്റ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ട്രിഗണോമെട്രിക് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് sin inverse 1/2 is actually 30 degree. And sin inverse 1/2 means the solution of the equation sin x is equal to 1/2 taken from the principal branch. Okay, ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, സൈൻ എക്സ് ഈക്വൽ ടു 1/2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ് യു മേ റിമെമ്പർ ഓൺലി 30 degree. ബട്ട് കുറച്ചും കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് 11 ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ട്. ആൻഡ് യു ലേൺ അബൌട്ട് ദ ജനറൽ സൊല്യൂഷൻ. ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് സൈൻ 150 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് ദ സെയിം തിങ്. ആൻഡ് യു ക്യാൻ ഗോ ഫോർ സൈൻ 390 degree. And again you will get the same thing, that is 1/2. And it goes on like this. But why did I say, എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ മാത്രം ഇൻവേഴ്സ് വാല്യൂ എന്ന് വിളിച്ചത്? ഓക്കെ, the secret lies in the chapter called functions. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡർ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. And in functions you learn about the condition for a function to have inverse. എല്ലാ ഫങ്ഷൻസിനും ഇൻവേഴ്സ് കാണത്തില്ല. ആൻഡ് ഇഫ് എ ഫങ്ഷൻ ഷുഡ് പൊസസ് ഇൻവേഴ്സ്, ദ ഫങ്ഷൻ ഷുഡ് ബി ബൈജക്റ്റീവ്. ഓക്കെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുവാ ബൈജക്റ്റീവ്, എന്തുവാ ഇൻജക്റ്റീവ്? സോ ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ. ഐ കനോട്ട് ടീച്ച് യു ദ ഹോൾ ഫങ്ഷൻസ്. പക്ഷേ അതിൻ്റെ ബേസ് ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സപ്പോസ് വി ഹാവ് എ ഡിസ്ക്രീറ്റ് ഫങ്ഷൻ. ഒരു സിമ്പിൾ ഫങ്ഷൻ നോക്കാം. സോ എ മീൻസ് വി ഹാവ് 1 2 3, ആൻഡ് ഇൻ ബി വി ഹാവ് എ ബി സി ഡി, ആൻഡ് ദിസ് ഇസ് ക്യാപിറ്റൽ എ ആൻഡ് ദിസ് ഇസ് ക്യാപിറ്റൽ ബി. ആൻഡ് 1 is connected to A, 2 is connected to B, and let's say 3 is also connected to B. എന്നിട്ട് ആ ഫങ്ഷൻ്റെ പേര് ലെറ്റ്സ് കോൾ ഇറ്റ് എഫ്. So f is a function from A to B. And f of 1, look at this. This is a function. Function means it is a rule which connects members of A to members of B. എയിലുള്ള ആൾക്കാരെ ബിയിലോട്ടൊരു കണക്ഷൻ കൊടുക്കുക. But all rules will not be treated as functions. Function ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൂളാണ്. Function means every member in A should have an answer, and every element should have only one answer. അതെല്ലാം സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. എഫ് ഓഫ് 1 is A, എഫ് ഓഫ് 2 is equal to B, and എഫ് ഓഫ് 3 is also equal to B. No problem. എല്ലാവർക്കും ആൻസർ ഉണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഒരേ ഒരു ആൻസർ അല്ലേ ഉള്ളൂ? 1ൻ്റെ ആൻസർ. ഓക്കെ, 1 1 1. Even though there is repetition, it's okay. So every element has an answer, and every element has only one answer. I didn't use the word distinct. Okay, so this is the basic condition of function. Now ഒന്നുകൂടെ പറഞ്ഞുതരാം why I am analyzing function. Ask you one more question. Suppose you have an equation tan x is equal to 1. Okay, and then I ask you, what all values will satisfy this relation? ഈ ഇക്വേഷന് എക്സിന് ഏത് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യും? You might give me the answer 45 degree and maybe more than this. You can use a calculator and try.
You can add 180 degree. So 225 degree to try. Okay, and many more. But if you ask me what is tan inverse 1, I will give the answer 45 degree. So there is a big question. Why am I giving only one value? So, എന്തുകൊണ്ടാണ് 45 മാത്രം നമ്മൾ എടുക്കുന്നത്? So, ഈ മിസ്റ്ററി ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ your function part should be in excellent condition. Okay, now look at this. Functionൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ is the function should be both 1 to 1, that means injective, and surjective. So, രണ്ട് conditions satisfy the, we call it bijective. The word bi stands for two. Bicycle, രണ്ട് വീലുണ്ട്, bike, biology, രണ്ട് സബ്ജക്ട്സ് അല്ലേ പഠിക്കുന്നത്. സോ റിമെമ്പർ, ഒരു ഫങ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവണം. 1 അഥവാ ഇൻജക്റ്റീവ് ആൻഡ് ദ സെക്കൻഡ് വൺ സർജക്റ്റീവ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുവാ ഈ 1. ഓക്കെ, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 2 3. സോ ദിസ് ഇസ് എ. ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക, ദാറ്റ് ഇസ് എ. സോ എവ്രി എലമെൻറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻസർ. ഇവിടെ നോക്കൂ, 2ഉം 3ഉം ഹാഡ് ദ സെയിം ആൻസർ. ബട്ട് 1 to 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ആൻസർ, അതായത് ഓരോരുത്തർക്കും ഓരോ ആൻസർ വരും. ദ എലമെൻറ്റ്സ് വിൽ നോട്ട് റിപ്പീറ്റ്. ഓക്കെ, നൗ സർജക്റ്റീവ്. സർജക്റ്റീവ് മീൻസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പിക്ചർ. സോ രണ്ട് സെറ്റ് എടുക്കുക, 1 2 3 ആൻഡ് എ ബി. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ്. ഇത് ഫങ്ഷൻ ആണോ ഫ്രം എ ടു ബി? യെസ്, ബിക്കോസ് എല്ലാവർക്കും ആൻസർ ഉണ്ട്, എല്ലാവർക്കും ഒരേ ഒരു ആൻസറേ ഉള്ളൂ. 1ൻ്റെ ആൻസർ എത്ര ആൻസർ ഉണ്ട്? 1. ആൻഡ് 2ൻ്റെ ആൻസർ ഒരേ ഒരു ആൻസർ, 3ക്ക് ആൻസർ ഒരേ ഒരു ആൻസർ. സോ ബേസിക്കലി ഇറ്റ്സ് എ ഫങ്ഷൻ. ബട്ട് ഹിയർ ദ കോ ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ദ ഫങ്ഷനകത്ത് ദ ഇൻപുട്ട് വാല്യൂസ്, ദാറ്റ് ഇസ് എ, ഇസ് കോൾഡ് ഡൊമെയിൻ, ആൻഡ് ദ എക്സാക്റ്റ് ആൻസേഴ്സ്, ഈ ആൻസറുകൾ വിളിക്കുന്ന പേരാണ് റേഞ്ച്. എന്നിട്ട് ഈ ബി മൊത്തത്തിനൊരു പേരുണ്ട്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് കോ ഡൊമെയിൻ. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ എ പാർട്ടിനെ വിളിക്കുന്നതാണ് ഡൊമെയിൻ, ബി മൊത്തത്തിനെ വിളിക്കുന്ന പേരാണ് കോ ഡൊമെയിൻ, എന്നിട്ട് ഈ സെലക്റ്റഡ് മെമ്പേഴ്സിനൊരു പേരുണ്ട്, ദാറ്റ് ഇസ് റേഞ്ച്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ഈ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ റേഞ്ച് ആൻഡ് കോ ഡൊമെയിൻ, ആൻഡ് ബോത്ത് വിൽ ബി സെയിം. ഇനി വേറൊരു ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ, എവ്രി എലമെൻ്റ് ഇൻ ബി വിൽ ഹാവ് എ പ്രീ ഇമേജ്. ഇതാ ഇവിടെ നോക്കിയേ, ഇത് 1 ഫംഗ്ഷനാണ്. പക്ഷേ എയ്ക്ക് പ്രീ ഇമേജ് ഉണ്ട്, ബിക്ക് പ്രീ ഇമേജ് ഉണ്ട്, സിയും ഡിയും ഇക്കും ആരുമില്ല. പക്ഷേ ഈ സർജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത, ഏതൊരു മെമ്പർ ബിന്ന് എടുത്താലും അവർക്ക് എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവും. ഓക്കെ, നൗ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഫംഗ്ഷൻ, ബിക്കോസ് ഐ എം ഗോയിങ് ടു കമ്പൈൻ 1 ഫംഗ്ഷൻ ആൻഡ് സർജക്റ്റീവ് ഫംഗ്ഷൻ, ആൻഡ് ദസ് ഐ വിൽ ക്രിയേറ്റ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സോ ലുക്ക് അറ്റ് ദിസ്. ഇവിടെ നമുക്ക് 1 2 3, ഇവിടെ നമുക്ക് എ ബി സി, ആൻഡ് ലെറ്റ്സ് സേ 1 is connected to A, 2 is connected to B, and 3 is connected to C. So, ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത, ഇറ്റ് ഇസ് 1 1. എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് ഇമേജ് ഉണ്ട്. അതേ സമയത്ത് എല്ലാവർക്കും പ്രീ ഇമേജും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഇൻവേഴ്സ് ഫംഗ്ഷൻ. ബിക്കോസ് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പം എന്ന് ബിയിലോട്ട് നോക്കിയാലും ബിന്ന് എയിലോട്ട് നോക്കിയാലും എന്തുണ്ട്, അതൊരു ഫങ്ഷനാണ്. ബട്ട് ഇവിടെ നമ്മൾ ബി നെയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഫങ്ഷൻ അല്ല. കാരണം ഡി ക്യാൻസർ ഇല്ല. ഫങ്ഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എവ്രി എലമെൻറ്റ് ഷുഡ് ഹാവ് ആൻസേഴ്സ്. എല്ലാവർക്കും ആൻസർ ഉണ്ടോ? ഇല്ല. ഇനി 1 ഫങ്ഷൻ നോക്കിക്കേ, ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ ഫ്രം ബി ടു എ, ബിക്കോസ് ഡി സി ഇ ക്യാൻസർ ഇല്ല. ആൻഡ് സർജക്റ്റീവ് ഫങ്ഷൻ നോക്കിക്കോ, ഇതും ഫങ്ഷൻ അല്ല, ബിക്കോസ് എയ്ക്ക് 2 ഇമേജ് ആയിപ്പോയി.
ഫംഗ്ഷൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇമേജ് വേണം, എല്ലാവർക്കും ഓരോ ആൻസറേ പാടുള്ളൂ, ഒരാൾക്ക് 2 ആൻസർ പാടില്ല. ബട്ട് വെൻ ദ ഫംഗ്ഷൻ ഇസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2, എന്ത് സംഭവിച്ചു? ഓക്കെ നമുക്കിനി വിൽ മൂവ് ഓൺ ടു ട്രിഗ്നോമെട്രി ആൻഡ് ഐ വിൽ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ലുക്ക് അറ്റ് ദിസ്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് 0 0, സൈൻ 91, സൈൻ 180 0. സോ ഇതാ നമ്മുടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, സോ സൈൻ 0 0, സൈൻ 90 is 1 and സൈൻ 180 വെച്ച് വീണ്ടും 0 and it keeps on going like this. ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും സെയിം തിങ്, സൈൻ -90 is -1 etc etc and it goes on like this is -180. അപ്പം ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സൈൻ എക്സ് 1-to-1 ഫംഗ്ഷൻ അല്ല. 1-to-1 ഫംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ആവത്തില്ല. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ നോക്കിയേ, സൈൻ 91 വരുന്നുണ്ട്, എന്നിട്ട് ദേ നോക്കിയേ സൈൻ 450 വീണ്ടും 1 വരുന്നുണ്ട്, ആൻഡ് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മതി, ആ 1 വീണ്ടും വരുന്നുണ്ട്. അതായത് പല പല ആംഗിൾസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 90, പിന്നെ ഇതാ ലൈക്ക് 450, ഇവരെല്ലാം കണക്റ്റഡ് ടു 1. ദാറ്റ് മീൻസ് ഓരോ വാല്യൂക്കും വേറെ വേറെ ഇമേജ് ഇല്ല. സോ സൈൻ എക്സ് ഇസ് നോട്ട് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ ഇൻവേഴ്സ് ഇല്ല. സോ ദേ ഫൗണ്ട് എ സിമ്പിൾ സൊല്യൂഷൻ because look at the name of the chapter, trigonometric inverse function. So പാവം നമ്മുടെ സൈൻ എക്സ് എന്തോ അല്ല, ഇറ്റ്സ് നോട്ട് ബൈജക്റ്റീവ്. എന്തുകൊണ്ടാണ് സൈൻ എക്സ് ബൈജക്റ്റീവ് ആവാത്തത്? ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് 1-to-1. 1-to-1 മീൻസ് ഒരാൾക്ക് ഒരു ഇമേജ്. പക്ഷേ ഇവിടെ നോക്കൂ, 90 ഡിഗ്രി 450 ഡിഗ്രി നോക്കൂ, 2 പേർക്കും ഒരേ ഇമേജായി. ഓക്കെ, സോ വാട്ട് വി ഡു ഇസ് എ വെരി സിമ്പിൾ ട്രിക്ക്. നമ്മൾ സൈൻ എക്സിന് കട്ട് ചെയ്ത് കളയും. വി വിൽ നോട്ട് കൺസിഡർ ദ പാർട്ട് ഓഫ് സൈൻ എക്സ് ആഫ്റ്റർ 90 ഡിഗ്രി ആൻഡ് ബിഫോർ -90 ഡിഗ്രി. വിൽ കൺസിഡർ ഓൺലി ദിസ് മച്ച് പാർട്ട്. മനസ്സിലായെന്ന് തോന്നുന്നു. സോ വി വിൽ കൺസിഡർ ഓൺലി ദ പാർട്ട് ബിറ്റ്വീൻ -90 ആൻഡ് +90. ഈ ഭാഗത്ത് ഒരു വാല്യൂ പോലും റിപ്പീറ്റ് വരത്തില്ല. ആൻഡ് ഇത്രയും റേഞ്ചിനെയാണ്, ഇത്രയും പാർട്ടിനെയാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ റിമെമ്പർ, നമ്മുടെ സൈൻ എക്സ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് വി ഡോണ്ട് ഹാവ് ഇൻവേഴ്സ്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ സൈൻ എക്സ് എന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ നമ്മളൊരു ട്രിക്ക് ഉണ്ടാക്കും. ആൻഡ് ദ ട്രിക്ക് ഇസ് യു cut the graph of sin x so that everything after 90 and before -90 will disappear. അതായത് നമ്മൾ ആക്ച്വലി സൈൻ എക്സിൻ്റെ ഒരു ഭാഗം, അതായത് ഫ്രം -90 to 90 മാത്രം കൺസിഡർ ചെയ്യും. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 തൊട്ട് 1 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇതിനിടയ്ക്കുണ്ട്. അതേസമയത്ത് ഒരു വാല്യൂ പോലും റിപ്പറ്റീഷൻ വരത്തില്ല. And that is why trigonometric inverse functions are defined only on particular areas, and those parts are called the principal branch. Anyway, ഇത് പഠിക്കാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. നമ്മുടെ സൈൻ, ഇനി നമ്മുടെ മാർക്കിന് വേണ്ടി ഇത്രയും സമയം നമ്മുടെ കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല. മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഫ്യൂച്ചറിൽ ഒരു ഡെവലപ്മെൻറ്റ് കാണത്തില്ല. ഓക്കെ, സോ നോക്കൂ, സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസൈക്ക് ഇൻവേഴ്സ്. സോ ഈ 3 ഇൻവേഴ്സ് ഫങ്ഷൻസിനും അതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് -90 to 90 ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ആൻസർ പറയേണ്ടത് -90ക്കും 90ക്കും ഇടയ്ക്കായിരിക്കണം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, പലർക്കും പല വാല്യൂസും റെസ്ട്രിക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ടാൻ 90 എത്രയാണ്? ഇൻഫിനിറ്റി. സോ ടാൻ്റെ കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 90ക്ക് ഒരു ഓപ്പൺ ഇൻ്റർവൽ ഇട്ട് കൊടുക്കും, അതായത് 90 ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ സൈൻ 0 0 ആയതുകൊണ്ട് കൊസൈക്ക് 0 ഇൻഫിനിറ്റി ആയി പോവും.
അപ്പോൾ കൊസൈക്കിൻ്റെ കേസിൽ അവർ ആ സീറോനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അവർ സെറ്റ് ചെയ്യുമ്പോൾ -0. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം, ഇത് കാണാൻ പറ്റും. സോ one last time, and that's the end of part 1. So what we discussed today is the condition for functions to possess inverse. എങ്ങനത്തെ ഫങ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാകത്തുള്ളൂ? ഓക്കെ, കണ്ടീഷൻ നമ്പർ 1, it should be 1-to-1 and it should be on-to. ഇതിനെ ഒരുമിച്ച് വായിക്കുന്ന എങ്ങനെ? ഇറ്റ് ഷുഡ് ബി എ ബൈജക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സൈൻ എക്സിനെ അങ്ങ് അനലൈസ് ചെയ്തു. സൈൻ എക്സിൻ്റെ ഗ്രാഫ് അറിയാത്ത ആരും കാണത്തില്ല. sin 0 is 0, sin 91 ഇതുപോലെ അങ്ങ് ഇൻഫിനിറ്റി വരെ പോയി. ഈ സൈഡിൽ ഇപ്പുറത്തും അതേപോലെ തന്നെ അങ്ങ് പോകും. പക്ഷേ ഈ സൈൻ എക്സിനൊരു പ്രശ്നമുണ്ട്, അത് 1-to-1 അല്ല. ബിക്കോസ് look at this, ഈ വാല്യൂസ് എല്ലാം റിപ്പീറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് നോട്ട് എ 1-to-1 ഫംഗ്ഷൻ. 1-to-1 ഫംഗ്ഷൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ബൈജക്റ്റീവ് ആവും? ബൈ സ്റ്റാൻഡ്സ് ഫോർ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം സാറ്റിസ്ഫൈ ആയില്ല, നാച്ചുറലി ഇറ്റ്സ് നോട്ട് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പം ഈ ഒരു അപ്രോച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ, സോ മാത്തമാറ്റീഷ്യൻസ് എന്ത് ചെയ്തു? ഒരു ട്രിക്ക് അങ്ങ് അപ്ലൈ ചെയ്തു. So they are considering only the part between -90 and +90. ഇതിനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് -90ക്കും 90ക്കും ഇടയ്ക്ക് എല്ലാ വാല്യൂസും വരും, -1 ഇടയ്ക്കുള്ള. അതേ സമയത്ത് റിപ്പറ്റീഷനും ഇല്ല. സോ റിമെമ്പർ, സൈൻ ഇൻവേഴ്സ് ഇസ് ഡിഫൈൻഡ്. അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ ആൻസർ നമ്മൾ എപ്പോഴും പറയുമ്പം we should give the answer between -90 degree and +90 degree. And this is called the principal range. ഇതുപോലെ കോസിൻ്റെ ഗ്രാഫ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. cos 0 വന്നിട്ട് 1. സോ ഇറ്റ്സ് എ സെയിം തിങ്, പിന്നെ സെയിം ലൈഫ് തന്നെ ഫോളോ ചെയ്യും. അപ്പം നോക്കി റിപ്പറ്റീഷൻ. അപ്പോൾ cos x ബൈജക്റ്റീവ് അല്ല. പക്ഷേ cos x-ൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് മാറിയതുകൊണ്ട് -90 to 90 ഉപയോഗിക്കത്തില്ല. ദേ വിൽ യൂസ് ഫ്രം 0 to 180. ഈ പാർട്ടാണ് എടുക്കുന്നത്, 0 to 180. ബിക്കോസ് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിവിടെ ഈ ഭാഗത്ത് റിപ്പറ്റീഷൻ വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് മേക്ക് ദ ഫംഗ്ഷൻ ഇൻ ടു എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഈ -90 90ൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സോ കോസ് ഇൻവേഴ്സിൻ്റെ കേസിൽ ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച് വിൽ ബി ഫ്രം 0 to 180. Now the conclusion, പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇനി മാർക്കിന് വേണ്ടിയാണ്. സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസൈക്ക് ഇൻവേഴ്സ്, ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പ്. ഇവരുടെ മെയിൻ ആൻസേഴ്സ് വിൽ ബി ബിറ്റ്വീൻ -90 and 90. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മാത്തമാറ്റീഷ്യൻസിന് ദേഷ്യം വരും. കാരണം ടാൻ 90 ഇൻഫിനിറ്റിയാണ്, കൊസൈക്ക് 0 വന്നിട്ട് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ട, അതങ്ങ് അവോയ്ഡ് ചെയ്ത് വെച്ചാൽ മതി. And if you look at the book, you will get the exact definition. Now, look at this. Cos inverse, sec inverse, cot inverse. ഇവരുടെ എല്ലാവരുടെ ആൻസർ 0ക്കും 180ക്കും ഇടയ്ക്ക് എഴുതേണ്ടി വരും. Because of the structure of their graph. Okay, and ഇവിടെയും ചില പ്രശ്നമുണ്ട്. cos 0 is 1, cos 90 is 0. അപ്പം sec 90ക്ക് പ്രശ്നം ഉണ്ടാവും, ഇൻഫിനിറ്റി വരും. So it avoid 90. tan 0 0 ആയതുകൊണ്ട് cot 0 വന്നിട്ട് ഇൻഫിനിറ്റി, സോ ഇറ്റ് അവോയ്ഡ് 0. ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് എടുത്ത് ആ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ വീഡിയോസ് ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് part 2. And if you like the video, please share and subscribe with your friends. Okay, so till then, bye.